മൽച്ചന്തേരി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 കളേഴ്സ് ഉണ്ട് പേസ്റ്റൽ ടോൺസിൽ. അപ്പോൾ ഇതിൻ്റെ മൽച്ചന്തേരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഒരുപാട് നമ്മൾ തന്നെ ഡിസൈൻ ഔട്ട്ഫിറ്റ്സ് മൽച്ചന്തേരിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാനായിട്ട്. അപ്പം അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് മൽച്ചന്തേരിയുടെ ഒരു ഔട്ട്ഫിറ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വന്നിട്ടുള്ളതാണിത്. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ്. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഷിഫ്ലി പാറ്റേണിൽ പ്യുവർ ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. രണ്ടും ശരിക്കും പറഞ്ഞിട്ടുള്ള പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഡിസൈൻസുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്ന ഈ മൽച്ചന്തേരിയിൽ ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ക്രീമി യെല്ലോ ഷെയ്ഡിലോട്ടാണ്, ഒരു പേസ്റ്റൽ യെല്ലോ ടോണിലോട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് വന്നേക്കുന്നത്. ഇതുപോലെ വരും. ഫുള്ളായിട്ട് വന്നേക്കുന്ന ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഈവൻ ആ ഒരു ചിക്കൻ കാരി വർക്കിൻ്റെ ഷാഡോ സ്റ്റിച്ചസ് പാറ്റേണും വന്നിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന തരത്തിലുള്ള എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. സെൽഫായിട്ടുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയ്ഡറിയാണ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ക്ലാസി ലുക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. സ്ലീവ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് തന്നെ 2 സ്ലീവ്സിനും സെപ്പറേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൽച്ചന്തേരിയിൽ തന്നെ പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ഉണ്ട്. അതിൻ്റെ ആ ഗ്രാം വൈസ് വെച്ച് ഇതെന്ന് പറയുന്ന പ്യുവർ ആയിട്ടുള്ള ഫുൾ ആ ഗ്രാം വൈസ് വളരെ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കിലോട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നതും സെയിം മൽച്ചന്തേരിയിൽ തന്നെയാണ്. ഇതുപോലെ വരും അതിൻ്റെ ദുപ്പട്ട. അപ്പോൾ അതിൻ്റെ ആ കോർണറിലോട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. 2 ഓപ്പോസിറ്റ് കോർണറിൽ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഈവൻ ചെറിയ മോട്ടീവ്സ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടും എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇപ്പോൾ 2 ഓപ്പോസിറ്റ് കോർണറിൽ ഹെവി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും എൻഡിലോട്ടായിട്ട് പൈപ്പിങ്ങും ചുറ്റുമായിട്ട് ഒരു പൈപ്പിങ്ങും വരുന്നുണ്ട്. എൻഡിൽ ഫുൾ റൗണ്ടായിട്ട് സെൽഫ് ഒരു കളറും കൊണ്ട് തന്നെയുള്ള ഒരു ബീഡിങ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ദുപ്പട്ടയും വരുന്നത്. ബോട്ടം വരുന്നത് ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ്. ഈ ഒരു ഷെയ്ഡ് വരുമ്പം ഈവൻ പേസ്റ്റിലാണെങ്കിലും കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ലൈറ്റ് സീ ബ്ലൂ കളറിലോട്ടാണ് ഇത് വരുന്നത്. സെയിം പാറ്റേണിലുള്ള ഫുൾ വർക്കായിട്ടുള്ള അതെല്ലാം സെയിം ഡിസൈൻ തന്നെ വരും. ദുപ്പട്ടയിലോട്ടുള്ള വർക്ക് ഡീറ്റെയിലിങ് കോർണറിൽ വരുന്നത്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡസ്റ്റി മിൻറ്റ് ഗ്രീൻ ആണ്. സെയിം പാറ്റേൺ ഇതുപോലെയാണ് ടോപ്പ് വന്നേക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഇതും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. ഇത് പേസ്റ്റലാണെങ്കിൽ പോലും ഇത് വന്നേക്കുന്നത് പിങ്ക് ലൈലാക്കാണ്. പിങ്കിൻ്റെ ലൈലാക്കിൻ്റെയും കൂടി ഒരു പേസ്റ്റൽ കോമ്പിനേഷനിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. 4 കളേഴ്സാണ് നമുക്ക് ഈ ഡിസൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രീമിയം പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഷിഫ്ലി പാറ്റേൺ വരുന്ന ഡിസൈനിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് കോമ്പിനേഷൻ ഫ്ലോറൽ ഒരു അബ്സ്ട്രാക്ട് പാറ്റേണിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് വരുന്നത്. ബേസ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് ലൈലാക്കാണ്. പിന്നെ പിങ്കിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് സേജ് ഗ്രീൻ ഒക്കെയാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻറ്റുമാണ് വരുന്നത്. പിന്നെ ലൈലാക്ക് ഷെയ്ഡിലുള്ള ക്രോഷ്യ ലേസ് ആണ് ഇതിൻ്റെ 3 പാനൽ കട്ടിൻ്റെ ബിറ്റ്വീൻ വെച്ചിരിക്കുന്നത്. ഈവൻ യോക്കിലോട്ട് വരുന്നത്. അതുപോലെ ഹെം ലൈനിലോട്ടുള്ള ലേസ് ഡീറ്റെയിലിങ് ഇതുപോലെ വരും. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ്. ബാക്ക് സൈഡ് ഷിഫ്ലി ഡിസൈൻ വരുന്നില്ല. ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് മാത്രമായിട്ടാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത്. ദുപ്പട്ട ഇതിൻ്റെ വരുമ്പോൾ പ്യുവർ ഷിഫോൺ ആണ്. അതിലേക്ക് എംബ്രോയ്ഡറി വരുന്നതാണ്. ഇതിലോട്ട് ആ ഒരു ലൈലാക്ക് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. പിങ്ക് ലൈലാക്കിൻ്റെ ഷെയ്ഡ് ഫുള്ളായിട്ട് സെൽഫായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഫുള്ളായിട്ട്. പിന്നെ ചുറ്റും ക്രോഷ്യ ലേസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലാണ്. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് പൗഡർ ബ്ലൂ ടോണിലോട്ടാണ്. അപ്പോൾ ബ്ലൂ ഷെയ്ഡിലോട്ട് ഫ്ലോറൽ പിങ്ക് എല്ലാം അതേ സെയിം പാറ്റേണിൽ വരുമ്പോൾ ഇതിലോട്ട് കുറച്ചുകൂടി ഇങ്ങനെ ടോപ്പിലോട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് ആ പിങ്ക് ഷെയ്ഡിൻ്റെ കോമ്പിനേഷനിലായിട്ട്. ബാക്കിയെല്ലാം എക്സാക്ട്ലി നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെയാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു ഡീപ്പ് ആയിട്ടുള്ള പിങ്ക് പീച്ച് ടോൺ. അപ്പോൾ ഫ്ലോറൽസും എല്ലാം എക്സാക്ട്ലി സെയിം പാറ്റേണിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊരു സെൽഫ് സെയിം ടോണിൽ പോകുന്നൊരു ഫീലാണ്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് പിസ്ത ഗ്രീൻ ആണ്. ഇതിലേക്ക് വരുമ്പോൾ പീച്ച് പിങ്ക് കളേഴ്സ് ഫ്ലോറൽസ് എല്ലാം കുറച്ചുകൂടി എടുത്തു നിൽക്കും. ദുപ്പട്ട എല്ലാത്തിലോട്ടും സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നമ്മളിന്ന് കണ്ടത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക www.dctclothing.store. താങ്ക്സ് ഫോർ വാച്ചിങ്.